السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أطيعوا الله ورسوله ولا تنازعوا فتفشلوا وتذهب ريحكم واصبروا إن الله مع الصابرين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു തന്നെ ഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, മുസ്ലിം ഉമ്മത്തിൻ്റെ അന്തസ്സും ഉന്നതിയും വിജയവുമെല്ലാം അല്ലാഹു തആല തീരുമാനിച്ചിരിക്കുന്നത് ഈ ഉമ്മത്തിൽപ്പെട്ട നാം ഓരോരുത്തരുടെയും പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇസ്ലാമിന് വെളിയിലുള്ളവരുടെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഈ ഉമ്മത്തിൻ്റെ വിജയവും ഈ ഉമ്മത്തിൻ്റെ അന്തസ്സും. ചില കാര്യങ്ങൾ അല്ലാഹു തആല ഉമ്മത്തിൻ്റെ ഇസ്സത്തിൻ്റെ വിജയത്തിൻ്റെ മാനദണ്ഡങ്ങളാക്കി, ചില കാര്യങ്ങൾ ഈ ഉമ്മത്തിൻ്റെ പരാജയത്തിൻ്റെയും നാശത്തിൻ്റെയും കാരണങ്ങളാക്കി. എപ്പോൾ ഇത് നമ്മിൽ നിന്നുണ്ടാകുന്നു, വിജയത്തിന് കാരണമാകുന്ന, ഇസ്സത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നുണ്ടാകുന്നു, അള്ളാഹു നമ്മെ ഉന്നതരാക്കും. നമ്മുടെ നാശത്തിനും പരാജയത്തിനും കാരണമാകുന്ന തിന്മകൾ എപ്പോൾ നമ്മിൽ നിന്നുണ്ടാകുന്നു, അള്ളാഹു നമ്മെ നിന്ദരും പരാജിതരുമാക്കുകയും ചെയ്യും. പുറത്തുള്ളവർ എന്ത് ചെയ്യുന്നു, അവരുടെ കയ്യിൽ എന്തെല്ലാമുണ്ട്, ഇതൊന്നും ഉമ്മത്തിൻ്റെ വിജയത്തിൻ്റെ പരാജയത്തിൻ്റെ അടിസ്ഥാനമല്ല, മാനദണ്ഡമല്ല. മുസ്ലിം ഉമ്മത്തിൻ്റെ വിജയത്തിൻ്റെ മാനദണ്ഡങ്ങളിൽ വളരെ സുപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാനദണ്ഡമാണ് ഉമ്മത്തിൻ്റെ ഐക്യം എന്നുള്ളത്, മുസ്ലിം ഉമ്മത്തിൻ്റെ പരസ്പരമുള്ള യോജിപ്പ് എന്നുള്ളത്. നാം വ്യത്യസ്ത കുടുംബങ്ങളിൽ ജനിച്ചവരായിരിക്കാം, വ്യത്യസ്ത നാടുകളിൽ ജീവിക്കുന്നവരായിരിക്കാം, വ്യത്യസ്ത നിറങ്ങളുള്ളവരായിരിക്കാം, ഭാഷ സംസാരിക്കുന്നവരായിരിക്കാം, വ്യത്യസ്ത പാർട്ടികളും സംഘടനകളും രാഷ്ട്രീയ പ്രവർത്തനവുമുള്ളവരായിരിക്കാം. പക്ഷേ നമ്മൾ ഓരോരുത്തരും ആദ്യം മനസ്സിലാക്കേണ്ടത്, ആദ്യം നമ്മൾ മുസ്ലിം എന്നതാണ്. പരിശുദ്ധ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ കൊടിക്കീഴിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അതിനുശേഷമാണ് നമ്മുടെ സംഘടന, അതിനുശേഷമാണ് നമ്മുടെ പാർട്ടി, അതിനുശേഷമാണ് നമ്മുടെ കുടുംബം, അതിനുശേഷമാണ് നമ്മുടെ നാട്, നമ്മുടെ ഭാഷ, എല്ലാം അതിനുശേഷമാണ്. ആദ്യം നമ്മളെല്ലാവരും ഒന്നാണ്. കലിമയുടെ പേരിൽ, ഇസ്ലാമിൻ്റെ പേരിൽ എല്ലാവരും ഒരേപോലെയുള്ളവരാണ്. നാം മനസ്സിലാക്കണം, ഈ ഉമ്മത്തിനെ ഒന്നാക്കി തീർക്കാൻ വേണ്ടി ഇന്ന് ലോകത്തിൻ്റെ എല്ലാ മുക്കിലും വ്യാപിച്ചു നിൽക്കുന്ന മുസ്ലിം ഉമ്മത്തിനെ അവസ്ഥയിലെത്തിക്കാൻ വേണ്ടി
വളരെ ത്യാഗങ്ങളും കഷ്ടപ്പാടും കഴിഞ്ഞു പോയിട്ടുണ്ട്. വെറുതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടുണ്ടായതല്ല ഈ ഉമ്മത്ത്. ഈ ഉമ്മത്ത് ഇന്ന് നിലനിൽക്കുന്ന അവസ്ഥയിൽ നിലനിൽക്കാനും ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഇസ്ലാം നിലനിൽക്കാനെല്ലാം വലിയ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതം മുഴുവൻ അർപ്പണം ചെയ്തു. തങ്ങൾ പട്ടിണി കിടന്ന്, തങ്ങൾ രക്തം നൽകി, തങ്ങളെ കുടുംബങ്ങളെ നൽകി, എല്ലാം നൽകി വാർത്തെടുത്തൊരു സമൂഹമാണ് ഈ മുസ്ലിം ഉമ്മത്ത്. വെറുതെ ഉണ്ടായതല്ല. അതുകൊണ്ട് ഈ ഉമ്മത്തിനെ ഹബീബായ തങ്ങൾ ഒറ്റ സമൂഹമാക്കി, ഒറ്റ ഉമ്മത്താക്കി വിട്ടിട്ട് പോയ ഉമ്മത്തിനെ പാർട്ടിയുടെ പേരിൽ, സംഘടനയുടെ പേരിൽ, കുടുംബത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഭാഷയുടെ നാടിൻ്റെ പേരിൽ ഈ ത്യാഗത്തെ വെള്ളമൊഴിച്ച് നശിപ്പിക്കാനുള്ളതല്ല. തങ്ങളുടെ ത്യാഗത്തെയും തങ്ങളുടെ കഷ്ടപ്പാടിനെയും നമ്മുടെ പാർട്ടിയുടെ പേര് പറഞ്ഞ് നശിപ്പിക്കാനുള്ളതല്ല. വലിയ ത്യാഗത്തിൽ കൂടി, വലിയ കഷ്ടപ്പാടിൽ കൂടി ഉണ്ടാക്കിയെടുത്തൊരു സമൂഹമാണ് മുസ്ലിം ഉമ്മത്ത്. ഉമ്മത്തൻ വാഹിദ, ഒറ്റ ഉമ്മത്തായി, ഒറ്റ മുസ്ലിം സമൂഹമായി തങ്ങൾ വലിയ ത്യാഗത്തിൽ കൂടി വാർത്തെടുത്തതാണ്. തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന സെക്കൻഡ് വരെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഈ സമൂഹത്തെ ഒരുമിപ്പിച്ച് യോജിപ്പിൽ തങ്ങൾ കൊണ്ടു നടന്നു. ഭിന്നതയുടെ എല്ലാ വാതിലും തങ്ങൾ അടച്ചു. വളരെ സൂക്ഷ്മതയിൽ ഭിന്നിക്കാതെ ഒറ്റ സമൂഹമാക്കി, ഒറ്റ ഉമ്മത്താക്കി തങ്ങൾ മരണം വരെ കൊണ്ടു നടന്നു. ഒരിക്കൽ സഹാബാക്കൾ പറയുന്നത്, ഞങ്ങൾ യാത്ര ചെയ്തിരുന്ന ഒരു സ്ഥലത്ത് യാത്രക്കിൽ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി. ഞങ്ങൾ വിശ്രമത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് ചിന്ന ഭിന്നമായി മാറിയപ്പോൾ തങ്ങൾ ഞങ്ങളെ വിളിച്ചുകൂട്ടി. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ വിശ്രമിക്കല്ലേ, പല സ്ഥലങ്ങൾ ഒറ്റപ്പെട്ടു പോകല്ലേ. ഒറ്റപ്പെട്ടു പോകുന്ന ആടിനെ ചെന്നായി പിടിക്കുന്നവർ നിങ്ങളെ ശൈത്താൻ പിടിക്കും. നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് വിശ്രമിക്കും, ഒരു സ്ഥലത്ത് വിശ്രമിക്കും. ചെറിയ കാര്യങ്ങൾ പോലും ഭിന്നതയുടെ വാതിലുകൾ അടച്ച് ഒറ്റ ഉമ്മത്താക്കി. തങ്ങൾ സഹാബാക്കളെ സഫകൾ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വിടവ് വന്നപ്പോൾ തങ്ങൾ പറഞ്ഞു, ആ വിടവിനെ നിങ്ങൾ പൂർത്തീകരിക്കും. ഇല്ല എങ്കിൽ ആ വിടവിൽ ശൈത്താൻ പ്രവേശിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അകൽച്ചയുണ്ടാക്കുകയും ഭിന്നതയുണ്ടാക്കുകയും ചെയ്യും. ഉമ്മത്തിൽ ഭിന്നത വരാനുള്ള എല്ലാ വാതിലും തങ്ങൾ അടച്ചു. യോജിപ്പിൻ്റെ എല്ലാ നന്മയും പഠിപ്പിച്ചു. മദീനയിലെത്തിയപ്പോൾ ഒരു രാഷ്ട്രം നിർമ്മിക്കാൻ ആദ്യം തങ്ങൾ പറഞ്ഞ വാക്കിതാൻ, അഫ്ഷുസ്സലാം, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ പ്രചരിപ്പിക്കും. യോജിപ്പുണ്ടാകാനുള്ള ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ്. സലാമിനെ നിങ്ങൾ പ്രചരിപ്പിക്കും. സഹാബാക്കളെ പഠിപ്പിച്ചു, പരിശീലിപ്പിച്ചു. സഹാബാക്കൾ പറയുന്നുണ്ട്, ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്കിടയിൽ ഒരു മരം വരികയും ഞങ്ങൾ ആ മരം ഞങ്ങളുടെ ഇടയിൽ വരികയും പിന്നെ വീണ്ടും കണ്ടുമുട്ടുകയും ചെയ്താൽ ഞങ്ങൾ പരസ്പരം സലാം പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പരിശീലിപ്പിച്ചു. ഉമ്മത്തിൽ യോജിപ്പുണ്ടാകുന്ന എല്ലാ നന്മയും ഉമ്മത്തിനെ പരിശീലിപ്പിച്ചു. ഞങ്ങൾ അതിനുവേണ്ടി എല്ലാം അർപ്പണം ചെയ്തു. ഒരു ഇഷായുടെ നമസ്കാര സമയം 2 ഗോത്രങ്ങളെ തങ്ങൾ സന്ധിയിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമസ്കാര സമയമായി. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവോട് ഇമാമത്ത് നമസ്കരിക്കാൻ പറഞ്ഞു. യോജിപ്പാക്കുന്നതിന് തങ്ങൾ അത്രയും വലിയ പ്രാധാന്യം കൊടുത്തു. തങ്ങൾ പറഞ്ഞു, ആയിഷ, എൻ്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാബ പണിതതുപോലെ കാബയെ വീണ്ടും അതിനെ പൂർത്തിയാക്കി. ആ വളഞ്ഞ് കെട്ടിയിരിക്കുന്ന ഭാഗം അത് കാബയായിരുന്നു. അതിനെ വീണ്ടും എൻ്റെ പിതാവ് ഇബ്രാഹിം നബി പണിതുപോലെ പണിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് നല്ല കാര്യമാണ്. പക്ഷേ അതിലൂടെ എൻ്റെ സമൂഹത്തിൽ ഭിന്നതയുണ്ടാകുമോ ഞാൻ ഭയക്കുന്നു. അതുകൊണ്ട് ആ നന്മയെ ഞാൻ ഉപേക്ഷിച്ച് കളയുകയാണ്. ഇങ്ങനെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ത്യാഗത്തിൽ തങ്ങളുടെ രക്തം കൊടുത്ത്, ജീവൻ കൊടുത്ത്, പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തൊരു സമൂഹമാണ് മുസ്ലിം ഉമ്മത്ത്. ഉമ്മത്തൻ വാഹിദ, ഒരൊറ്റ സമൂഹം. വെറുതെ ഉണ്ടായതല്ല. തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന സെക്കൻഡ് വരെ, അവസാന സമയം വരെ തങ്ങളിങ്ങനെ കൊണ്ടു നടന്നു. പൊട്ടിപ്പോകാതെ, പിളർന്നു പോകാതെ, ഭിന്നിച്ചു പോകാതെ. എന്നാൽ മറുഭാഗത്ത് അതേ സമയം ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മുസ്ലിം ഉമ്മത്തിനെ എങ്ങനെ ഭിന്നിപ്പിക്കാൻ സാധിക്കും എന്ന നിലയിൽ സന്ദർഭങ്ങൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. പ്രത്യേകിച്ച് യഹൂദികൾ ഒരവസരം വിട്ടുകളഞ്ഞില്ല. മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നതയും അകൽച്ചയും ശത്രുതയും ഉണ്ടാക്കാൻ കിട്ടുന്ന അവസരം ഒന്നും പാഴാക്കാതെ നല്ല നിലയിൽ അവർ ഉപയോഗിച്ചു. അതിന് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുകയും ചെയ്യും. ഇസ്ലാമിലെ ശത്രുക്കൾ ഈ സമൂഹത്തെ എങ്ങനെ ഭിന്നിപ്പിക്കാൻ സാധിക്കും?
പാർട്ടിയുടെ പേരിൽ, സംഘടനയുടെ പേരിൽ, കുടുംബത്തിൻ്റെ പേരിൽ, പലതിൻ്റെ പേരിലും ഏതെല്ലാം അവസരങ്ങൾ കിട്ടുന്ന ഉമ്മത്തിനെ ഭിന്നിപ്പിക്കും. ഇത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. രാജ്യങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കും, ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കും, പൊതുജനങ്ങളെയും പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നതയുണ്ടാക്കും. ഇങ്ങനെ കിട്ടുന്ന അവസരമെല്ലാം ഉപയോഗിക്കും. ഇത് യഹൂദിയത്തിൻ്റെ ചിന്തകളാണ്. അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുക തന്നെ ചെയ്യും. ഷാസ് ബിൻ ഖൈസ് എന്ന് പറയുന്ന യഹൂദി നടന്നു പോകുമ്പോൾ അൻസാരികളായ സഹാബാക്കൾ, ഔസ് ഹസ്റജ് ഗോത്രത്തിലെ സഹാബാക്കൾ ഒരു സ്ഥലത്ത് കൂടിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ യഹൂദിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ചെറുപ്പക്കാരനെ പറഞ്ഞയച്ചു, നീ പോയി ആ സദസ്സിലിരിക്കും, എന്നിട്ട് പഴയ ജാഹിലിയത്തിൻ്റെ പദ്യങ്ങൾ ആലപിക്കും. പദ്യം അറബികളുടെ ഒരു ജീവിതത്തിൽ അലിഞ്ചെന്നാണ്. അങ്ങനെ പഴയ പദ്യങ്ങൾ ആലപിക്കാൻ തുടങ്ങി. ഒരു കാലത്ത് ഔസും ഹസ്റജും ശത്രുക്കളെ പോലെ ജീവിച്ചവരാണ്. അവരുടെ പഴയ കാല ചരിത്രങ്ങൾ ഇങ്ങനെ അഴിവിറക്കാൻ തുടങ്ങിയപ്പോൾ അവർ വീണ്ടും പഴയതിലേക്ക് മടങ്ങാൻ തുടങ്ങി. മുസ്ലിമീങ്ങളായ അൻസാരികളായ സഹാബാക്കൾ രണ്ടായി തിരിഞ്ഞു. അവർ ഔസും ഹസ്റജും രണ്ടായി തിരിഞ്ഞു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതറിഞ്ഞു. കാരണം തങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തു സൂക്ഷിച്ച് ഒറ്റ ഉമ്മത്തായി കൊണ്ടു നടക്കുന്ന സമൂഹത്തെ ഭിന്നിക്കുന്നത് കണ്ടപ്പോൾ തങ്ങൾ ആകെ തകർന്നു. തങ്ങൾ ഓടിച്ചെന്നു, സഹാബാക്കളെ പിടിച്ചു നിർത്തി ചോദിച്ചു, ഖുർആന്റെ ആയത്തുകൾ ഓതി നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? സഹാബാക്കൾ മുന്നിൽ ഖുർആന്റെ ആയത്തുകൾ ഓതി ആ സഹാബത്തിനെ വീണ്ടും യോജിപ്പിച്ചു. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എല്ലാ കാലഘട്ടത്തിലും ഉമ്മത്തിനെ ഭിന്നിപ്പിക്കൽ ലക്ഷ്യമാണ്. അതിനാൽ പല കാരണങ്ങൾ കണ്ടെത്തും. കാരണം ഉമ്മത്തിൻ്റെ യോജിപ്പ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഏറ്റവും കൂടുതൽ അവരെ അസ്വസ്ഥരാക്കുന്നതും മുസ്ലിമീങ്ങൾ ഏറ്റവും അസൂയ ഉണ്ടാക്കുന്നതും ഈ ഉമ്മത്തിൻ്റെ യോജിപ്പിൻ്റെ പേരിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഹൂദികൾക്ക് മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ശത്രുത 3 കാര്യങ്ങളാണ് യഹൂദികൾ ഏറ്റവും കൂടുതൽ മുസ്ലിം ഉമ്മത്തിനോട് അസൂയ വെക്കുന്നത്. ഒന്ന്, മുസ്ലിമീങ്ങളുടെ ജുമയോടെയാണ്, ജുമഅ നമസ്കാരം. കാരണം ഉമ്മത്ത് യോജിക്കുന്ന, ഉമ്മത്ത് ഒറ്റക്കെട്ടാകുന്ന ഒരു അമലാണ് ജുമഅ. 2, ഉമ്മത്തിൻ്റെ ഖിബിലയാണ്. ഒരൊറ്റ ഖിബിലയ്ക്ക് മുഴുവൻ സമൂഹം തിരിഞ്ഞ് നമസ്കരിക്കും. 3, ഈ ഉമ്മത്ത് ഒരു ഇമാമിൻ്റെ പുറകിൽ നിന്ന് ആമീൻ എന്ന് പറയുന്നതിനെയാണ്. മുഴുവൻ സമൂഹം, അറബിയും അനർബിയും, വെളുത്തവനും കറുത്തവനും, വ്യത്യസ്ത ഗോത്രത്തിലുള്ളവർ, വ്യത്യസ്ത ഭാഷയുള്ളവർ, എല്ലാവരും ഒരേ ശബ്ദത്തിൽ ഒരൊറ്റ ഇമാമിൻ്റെ പുറകിൽ ആമീൻ എന്ന് പറയുന്നത് അയോജിപ്പ്. യഹൂദികൾ മുസ്ലിമീങ്ങളുടെ മേൽ ഏറ്റവും ഹസദ് വയ്ക്കുന്ന 3 കാര്യങ്ങൾ തങ്ങൾ പറഞ്ഞു. ഇത് 3ഉം ഉമ്മത്തിന് യോജിപ്പിൻ്റെ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളാണ്. അത് ഖിയാമത്ത് നാൾ വരെ. അതുകൊണ്ട് മുഴുവൻ യഹൂദിയത്തുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ ശത്രുക്കളും ഇസ്ലാമിൻ്റെ വിഷയത്തിൽ ശത്രുത വെക്കുന്ന ഉമ്മത്തിൻ്റെ യോജിപ്പിൻ വിഷയത്തിലാണ്. അടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഇസ്ലാമിനെ മുസ്ലിമുകൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ അവസരങ്ങൾ കാത്തു നടക്കുന്ന യഹൂദിയത്തിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് സഹാബാക്കൾക്ക് നൽകി. നിങ്ങൾ ഭിന്നിച്ചു പോകല്ലേ, നിങ്ങളുടെ പിറകിൽ നിങ്ങളെ ഭിന്നിപ്പിക്കാൻ സമൂഹം പരിശ്രമിക്കുന്നുണ്ട്. ഈ ആയത്തുകളെല്ലാം ഇറങ്ങിയത് ഈ സന്ദർഭങ്ങളിലാണ്. അള്ളാഹുവിൻ്റെ പാർശ്വത്തെ നിങ്ങൾ മുറുക്കി പിടിച്ചുകൊള്ളിൻ. വലാ തഫറഖു, നിങ്ങൾ ഛിന്ന ഭിന്നമായി പോകല്ലേ. നിങ്ങളുടെ പാർട്ടിയുടെ പേര് പറഞ്ഞ്, നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ്, നിങ്ങളുടെ സംഘടനയുടെ പേര് പറഞ്ഞ് നിങ്ങൾ ഛിന്ന ഭിന്നമായി പോകല്ലേ. വഅ്തസിമു ബിഹബിലില്ലാഹി ജമീഅ വലാ തഫറഖു വഅതിഉല്ലാഹ വറസൂല വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുകും. നിങ്ങൾ പരസ്പരം തർക്കിച്ച് പോരടിച്ച് നിങ്ങൾ ശത്രുക്കളെ പോലെ കഴിഞ്ഞുകൂടല്ലേ. അങ്ങനെ നിങ്ങളായാൽ ഫതദ്ഹബ റീഹുകും, നിങ്ങളുടെ കാറ്റ് ഇല്ലാതായി പോകും, നിങ്ങളുടെ ശക്തി നഷ്ടപ്പെട്ടു പോകും, നിങ്ങളുടെ സഹായങ്ങൾ നഷ്ടപ്പെട്ടു പോകും. പിന്നെ നിങ്ങൾ എണ്ണത്തിൽ എത്രയുണ്ട് നോക്കുകയില്ല. നിങ്ങളുടെ ആയുധമോ നിങ്ങളുടെ ആൾബലമോ നിങ്ങളുടെ അധികാരമോ ഒന്നും പ്രയോജനമുണ്ടാവുകയില്ല. നിങ്ങളുടെ മുഴുവൻ ശക്തിയും ക്ഷയിച്ചു പോകും നിങ്ങൾ ഛിന്ന ഭിന്നമായാൽ, ഭിന്നിച്ചു പോയാൽ. വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുകും. ഈ ആയത്തുകളെല്ലാം ഇറങ്ങി മുസ്ലിമീങ്ങളെ അല്ലാഹു ഉണർത്തുകയായിരുന്നു. നിങ്ങൾ ഭിന്നിച്ചു പോകല്ലേ. നിങ്ങളുടെ പിറകിൽ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ ഭിന്നിപ്പിക്കാൻ പല തന്ത്രങ്ങളുമായി നടക്കുന്നുണ്ട്. പലതും പറഞ്ഞ് നിങ്ങളുടെ പിറകിൽ നടക്കുന്നുണ്ട്.
അവരുടെ ലക്ഷ്യം നിങ്ങൾക്കൊന്നും നൽകലല്ല, നിങ്ങളെ ഭിന്നിപ്പിക്കലാണ്. അതുകൊണ്ട് ഉമ്മത്ത് ഒന്നായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിൻ്റെ ഒരു രോമം പോലും പഠിക്കാൻ ലോകത്താർക്കും സാധിച്ചിട്ടില്ല. ലോകത്ത് എത്ര വലിയ ആറ്റം ബോംബാകട്ടെ എന്തുമാകട്ടെ, ഈ ഉമ്മത്തിൻ്റെ ഒരു ചെറിയ നഷ്ടം പോലും വരുത്താൻ സാധിച്ചിട്ടേയില്ല. ഇനി ഖിയാമത്ത് നാൾ സാധിക്കുകയുമില്ല ഈ ഉമ്മത്ത് ഒറ്റ സമൂഹമാണ് എങ്കിൽ. ഹസ്രത്ത് യൂസുഫ് റഹ്മത്തുള്ളാഹി തആല പറയുന്നത്, ചന്ദ് ലാഖ്, കുറഞ്ഞ ലക്ഷ്യങ്ങൾ, കുറഞ്ഞ സമൂഹം സഹാബാക്കൾ, അവർ ലോകത്തിനൊരു ഭയമായിരുന്നു. അവരുടെ ആയുധം കണ്ടിട്ടല്ല, അവരുടെ അധികാരം കണ്ടിട്ടുമല്ല, അങ്ങനെ ഒന്നുമില്ലായിരുന്നു. മദീന പള്ളി വിളക്ക് കത്തിക്കാൻ കഴിയാത്ത നിലയിൽ അത്രയും ബലഹീനമായ കാലഘട്ടം. തമീമുദ്ദാരി റളിയല്ലാഹു തആല അൻഹു ആണ് ആദ്യമായി മസ്ജിദ് നബവി വിളക്ക് കത്തിച്ചത്. അദ്ദേഹമാണെങ്കിൽ മുസ്ലിമായത് ഹിജ്റ 9-നാണ്. മദീനയിൽ തങ്ങൾ പോയി 9 വർഷം കഴിഞ്ഞ് അദ്ദേഹം മുസ്ലിമായത്. പിന്നീടാണ് അദ്ദേഹമാണ് ആദ്യമായി മദീന പള്ളിയിൽ വിളക്ക് കത്തിച്ചത്. അന്നത്തെ മദീനയിലെ വീടുകൾ വെറും ബലഹീനമായ വീടുകളായിരുന്നു. ഇത്രയും മുസ്ലിമീങ്ങൾ ബലഹീനരായിരുന്നു. പക്ഷേ ഈ മുസ്ലിമീങ്ങളെ ലോകം ഭയന്നിരുന്നു. പല രാജ്യങ്ങൾ സഹാബാക്കൾ ചെല്ലുമ്പോൾ യുദ്ധം തന്നെ ചെയ്യാതെ ശത്രുക്കൾ പേടിച്ച നാട് വിട്ടു പോകുമായിരുന്നു. അത്രയും ശക്തരായിരുന്നു. അള്ളാഹു അത്രയും നല്ല ഖുവത്ത് നൽകി. എന്തിൻ്റെ പേരിലാണ്? ഉമ്മത്ത് ചെറിയ ന്യൂനപക്ഷമായിരുന്നു, പക്ഷേ പരസ്പരം യോജിപ്പുള്ളവരായിരുന്നു. ഒറ്റ ഉമ്മത്തും വാഹിദ, ഒറ്റ ഉമ്മത്തായിരുന്നു, ഒരൊറ്റ സമൂഹമായിരുന്നു. ഏതെല്ലാം കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി ജീവിച്ചോ, മുസ്ലിമീങ്ങൾ ഒരുമയോട് ജീവിച്ചോ, ലോകത്ത് മുസ്ലിമീങ്ങൾ ഒരു ശക്തിയായിരുന്നു. ലോകത്ത് മുസ്ലിമീങ്ങൾ ഒരു ശക്തിയായിരുന്നു. ലോകം മുഴുവൻ ആ ശക്തിയെ ഭയത്തോടെ നോക്കിയിരുന്നു. മുസ്ലിമീങ്ങൾക്ക് നേരെ കൈവിരൽ ഉയർത്താൻ ധൈര്യം കിട്ടിയിരുന്നില്ല. ഈ ഉമ്മത്തിൻ്റെ രോമം പോലും പറിക്കാൻ സാധിച്ചിട്ടുമില്ല. നേരെ മറിച്ച് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വിരിക്കുന്ന വലയിൽ കുടുങ്ങി അതും ഇതും പറഞ്ഞ് നമുക്ക് പലതും നൽകാമെന്ന് പറഞ്ഞ് നമ്മളെ കുടുക്കി ഭിന്നിപ്പിച്ച് നാം ആ ഭിന്നതയിൽ അകപ്പെട്ടു പോയാൽ തീർച്ചയാണ് ഉമ്മത്തിൻ്റെ നാശത്തിന് തുടക്കമാണ്. ഒന്ന്, നമുക്ക് ആദ്യം അള്ളാഹുവിൻ്റെ സഹായം നഷ്ടപ്പെട്ടു പോകും. ഉമ്മത്ത് ഭിന്നിച്ചു പോയാൽ ആദ്യം അള്ളാഹുവിൻ്റെ സഹായം നഷ്ടപ്പെടും. പിന്നെ നമ്മുടെ സമരങ്ങളോ നമ്മുടെ പോരാട്ടങ്ങളോ നമ്മുടെ ധീരതയോ ഒന്നും പ്രയോജനം ചെയ്യുകയില്ല. മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഒരു വാൾ നൽകി. നബി തങ്ങളുടെ സ്വന്തം കരങ്ങൾ കൊണ്ട് തങ്ങളുടെ വാൾ നൽകി. മുഅ്ജിസത്തിൻ്റെ വാൾ തങ്ങൾ നൽകി. തങ്ങൾ നൽകിയ വാളാണ്. തങ്ങൾ പറഞ്ഞു, നീ ഇതുകൊണ്ട് നീ പോരാടിക്കൊള്ളുക. എന്നാൽ എപ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നത സംഭവിക്കുന്നോ പിന്നെ നിനക്ക് വാള് പ്രയോജനമില്ല, ഇതങ്ങ് ഒടിച്ചു കളഞ്ഞേക്കണം. അതുവരെ നിനക്ക് വാളിൻ്റെ നുബുവത്തിൻ്റെ മുഅ്ജിസത്തിൻ്റെ ഈ വാള് പ്രയോജനമുള്ളൂ. എപ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നത സംഭവിച്ചാൽ, അങ്ങനെ ഒരു കാലഘട്ടത്തിന് മുന്നിൽ കണ്ടാൽ പിന്നെ നിനക്കിതിൻ്റെ പ്രയോജനമൊന്നുമില്ല, അതങ്ങ് നീ ഒടിച്ചു കളഞ്ഞേക്കണം. അല്ലാഹുവിൻ്റെ സഹായം നഷ്ടപ്പെടും. ഉമ്മത്ത് ഭിന്നിച്ചു പോയാൽ അതെന്തിൻ്റെ പേരിലുമാകട്ടെ അള്ളാഹുവിൻ്റെ സഹായം നഷ്ടപ്പെട്ടു പോകും. തീർച്ചയായ കാര്യമാണ്. 2, ഉമ്മത്തിൻ്റെ ദുആക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു വിലയും ഉണ്ടാവുകയില്ല. ഉമ്മത്തിൻ്റെ ദുആക്ക് ഒരു വിലയും ഉണ്ടാവുകയില്ല. ഹസ്രത്ത് യൂസുഫ് റഹ്മത്തുള്ളാഹി പറയുന്നു, മുസ്ലിമീങ്ങളുടെ ഇബാദത്ത് ഇത്രയും വർദ്ധിച്ചു. മുസ്ലിമീങ്ങളുടെ നോമ്പും നമസ്കാരവും തിലാവത്തും സദഖയും ഹജ്ജും ഉംറയും എല്ലാം ഇത്രയും വർദ്ധിച്ചു. അള്ളാഹുവിൻ്റെ അർശ് വരെ എത്തുന്ന അവസ്ഥയിലായി. പക്ഷെ അള്ളാഹിൻ്റെ സഹായം ഇറങ്ങില്ല. മുസ്ലിമീങ്ങൾ ഭിന്നിച്ച അവസ്ഥയിലാണ് ഈ അമലെല്ലാം ഉയരുന്നെങ്കിൽ ഈ അമൽ കണ്ടിട്ട് അള്ളാഹിൻ്റെ സഹായം ഇറങ്ങുകയില്ല. അള്ളാഹ് സഹായിക്കണമെങ്കിൽ ആദ്യത്തെ നിബന്ധന, അള്ളാഹു ദുആ സ്വീകരിക്കൽ ആദ്യത്തെ നിബന്ധന പരസ്പരം യോജിപ്പും ഐക്യവും ഉമ്മത്തിൽ ഉണ്ടാകണം. സഹാബാക്കളുടെ കാലത്തിൽ അള്ളാഹു ഒരു പാഠമായി ആദ്യമേ നൽകി. ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിമീങ്ങൾക്ക് ഒരു പാഠമായി അള്ളാഹു ആദ്യം കാണിച്ചു. അത് സഹാബാക്കളെ കുറവല്ല, ന്യൂനതയില്ല, ഈ ഉമ്മത്തിന് നൽകിയൊരു പാഠമാണ്. ദുആ സ്വീകരിക്കുന്ന സഹാബാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ സഹാബാക്കൾക്കിടയിൽ ചെറിയ അകൽച്ച വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അലി റളിയല്ലാഹു തആല കാലഘട്ടം വരെ നീണ്ട വർഷങ്ങൾ, നീണ്ട യുദ്ധങ്ങൾ, അതിനിടയിൽ എത്ര മുസ്ലിമീങ്ങൾ മരണപ്പെട്ടോ, ആ മുഴുവൻ യുദ്ധങ്ങളും കൂടി എത്ര മുസ്ലിമീങ്ങൾ മരണപ്പെട്ടോ അതിനേക്കാൾ കൂടുതൽ മുസ്ലിം നഷ്ടമുണ്ടായി. പരസ്പരം മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം മുതൽ അലി റളിയല്ലാഹു കാലഘട്ടം വരെ എത്ര മുസ്ലിമീങ്ങൾ മരണപ്പെട്ടോ, യുദ്ധത്തിൽ മരണപ്പെട്ടോ അതിനേക്കാൾ കൂടുതൽ മുസ്ലിമീങ്ങൾ ഒരൊറ്റ യുദ്ധത്തിൽ മരണപ്പെട്ടു. പരസ്പരം മുസ്ലിമീങ്ങൾ പോരടിച്ചപ്പോൾ
ദുആ സ്വീകരിക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹു സഹാബാക്കൾ ജീവിച്ചിരിക്കുന്നു, പക്ഷെ അവർ ദുആക്ക് ഒരു എഫക്റ്റും ഉണ്ടായില്ല, ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. സഅദ് റളിയല്ലാഹു അൻഹു പറ്റി പ്രസിദ്ധമായിരുന്നു അദ്ദേഹം ദുആ ചെയ്താൽ ഉടനെ സ്വീകരിക്കുമെന്ന്. ജനങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്തിരുന്നില്ല. കാരണം ജനങ്ങൾക്കറിയാമായിരുന്നു അദ്ദേഹം എന്തെങ്കിലും ദുആ ചെയ്തു പോയാൽ അത് ഏൽക്കും. അങ്ങനത്തെ സഹാബി ജീവിച്ചിരിക്കുന്നു, പക്ഷെ അള്ളാഹിൻ്റെ സഹായം ഇറങ്ങിയില്ല. പിന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ദുആക്ക് എന്ത് എഫക്റ്റ് ഉണ്ടാകാൻ? ഭിന്നിച്ചു പോയാൽ ദുആക്ക് ഒരു പ്രയോജനവുമില്ല. നമ്മുടെ ദുആകൾ അള്ളാഹുലേക്ക് എത്തുകയില്ല. മൂന്നാമത്തെ നഷ്ടം ഉലമാക്കൾ എഴുതി, ശത്രുക്കളുടെ ഹൃദയത്തിൽ അള്ളാഹു ഉമ്മത്ത് നൽകിയ ഒരു നിഅമത്താണ്, ഒരു അള്ളാഹുവിൻ്റെ സഹായമാണ്. ശത്രുക്കളുടെ ഹൃദയത്തിൽ അള്ളാഹു ഒരു ഭയം ഇട്ട് കൊടുക്കുക എന്നുള്ളത്, അത് അള്ളാഹു എടുത്തു കളയും. ഉമ്മത്ത് ഭിന്നിച്ചാൽ ശത്രുക്കളുടെ ഹൃദയത്തിൽ അള്ളാഹു തആല ഭയം അള്ളാഹു തആല എടുത്തു കളയും. ഹസ്രത്ത് യൂസുഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം പറയുന്നു, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു തആല കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ശത്രുക്കൾ വിചാരിച്ചത് ഇവർ മരിക്കുകയില്ല, മരിച്ചാൽ വീണ്ടും ജീവിക്കും, ഇവരെ കൊന്നിട്ട് കാര്യമില്ല, അവർ വീണ്ടും ജീവിക്കുമെന്ന ചിന്തയിലാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. എന്നാൽ എപ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നത സംഭവിച്ചോ ഉസ്മാൻ റളിയല്ലാഹു തആല കാലത്തിന് ശേഷം അവരുടെ ഹൃദയത്തിൽ ചിന്ത മാറാൻ തുടങ്ങി. ഒരു മുസ്ലിമിനെ ഒറ്റയ്ക്ക് പിടിച്ചു, അവർ ഷഹീദാക്കി, അവർ കൊന്നുകളഞ്ഞ് 24 മണിക്കൂർ അവർ കാത്തുനിന്നു ഇദ്ദേഹം വീണ്ടും ജീവിക്കുന്നു നോക്കാൻ വേണ്ടി. ചരിത്രത്തിൽ കാണാം. ആ ഭയം അവർക്ക് അതോടുകൂടി മാറി. എപ്പോഴാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നത സംഭവിച്ചപ്പോൾ മുസ്ലിമീങ്ങളെ കുറിച്ചുള്ള ഭയം അത് ഹൃദയം നഷ്ടപ്പെട്ടു പോയി. അത് യാഥാർത്ഥ്യമാണ്. അത് മുഴുവൻ വിജയത്തിൻ്റെയും അടിസ്ഥാനം, ഈ ഉമ്മത്തിൻ്റെ മുഴുവൻ വിജയത്തിൻ്റെയും അടിസ്ഥാനം അത് നമ്മൾ ഒന്നിക്കുമ്പോഴാണ്, ഒറ്റ സമൂഹമായി ജീവിക്കുമ്പോഴാണ്. ഉമ്മത്തുൻ വാഹിദ, ഒറ്റ സമൂഹമായി ജീവിക്കുമ്പോഴാണ്. ഈ ഉമ്മത്തിൻ്റെ മേലുള്ള ഏറ്റവും വലിയ ഫിത്ന നാം ഭിന്നിച്ച് പല സമൂഹങ്ങളായി, പല പാർട്ടികളായി, പല വിഭാഗങ്ങളായി മാറുമ്പോഴാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അദ്ദേഹത്തോട് ദജ്ജാലിനെ കുറിച്ച് ചോദിച്ചു, ദജ്ജാലിൻ്റെ ഫിത്നയെ കുറിച്ച്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇതിനേക്കാൾ വലിയ ഫിത്ന, ദജ്ജാലിൻ്റെ ഫിത്ന എത്ര അപകടമാണ് ഈ ഉമ്മത്തിന്, എന്നാൽ അതിനേക്കാൾ വലിയ ഫിത്ന ഞാൻ പറഞ്ഞു തരാം, അത് മുസ്ലിമീങ്ങൾ ഭിന്നിക്കലാണ്. അത് ദജ്ജാൽ വരുന്നതിനേക്കാൾ വലിയ ഫിത്നയാണ്. ഉമ്മത്തിന് അത്രയും വലിയ നഷ്ടങ്ങളും നാശങ്ങളും ഉണ്ടാക്കും ഉമ്മത്ത് ഭിന്നിച്ച് പല കോണുകളിലായാൽ. സഹാബാക്കൾ അവർ ഒന്നിച്ചു എന്തിൻ്റെ പേരിൽ? നാം ഭിന്നിച്ചു എന്തിൻ്റെ പേരിൽ? സഹാബാക്കൾ ഒന്നിക്കാനുള്ള കാരണം, നമ്മൾ ഭിന്നിക്കാനുള്ള കാരണം. അല്ലാമ ഇഖ്ബാൽ അദ്ദേഹം പറയുന്നുണ്ട്, മുസ്ലിമീങ്ങളെ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കാതെ വന്നപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മുസ്ലിമീങ്ങൾക്ക് മുന്നിൽ ചില വിഗ്രഹങ്ങൾ വച്ചു. ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാക്കി. ആ വിഗ്രഹങ്ങൾ ഏതാണ്? ചിലർ അവരുടെ കുടുംബത്തെ വിഗ്രഹങ്ങളാക്കി, ചിലർ അവരുടെ ഭാഷയെ വിഗ്രഹമാക്കി, ചിലർ അവരുടെ നാടിനെ വിഗ്രഹമാക്കി, ചിലർ അവരുടെ പാർട്ടിയെ വിഗ്രഹമാക്കി. ഇങ്ങനെ പല വിഗ്രഹങ്ങൾ മുന്നിൽ വെച്ച് അതിൻ്റെ ആളുകൾ അതിൻ്റെ പൂജ നടത്തി ജീവിക്കുന്നവരായി മാറി. എൻ്റെ പാർട്ടി, തൻ്റെ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നവർ, തൻ്റെ സംഘടനയ്ക്ക് വേണ്ടി ജീവിക്കുന്നവർ, തൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവർ, തൻ്റെ നാടിന് വേണ്ടി ജീവിക്കും. ഇങ്ങനെ പലതിനെയും വിഗ്രഹമാക്കി മുന്നിൽ കൊണ്ട് അതിനെ പൂജിക്കുന്ന സമൂഹമാക്കി മുസ്ലിമീങ്ങളെ മാറ്റിയപ്പോൾ മുസ്ലിമീങ്ങൾ നാടിൻ്റെയും ഭാഷയുടെയും ഗോത്രത്തിൻ്റെയും പാർട്ടിയുടെയും പേരിൽ ഭിന്നമായി പലതായി മാറാൻ തുടങ്ങി. ഇത് ഇസ്ലാമിലെ ശത്രുക്കൾ നമ്മുടെ ഇടയിൽ കൊണ്ടുവന്ന് വെച്ചതാണ്. അല്ലാമ ഇഖ്ബാൽ അദ്ദേഹം പറയുന്നുണ്ട്, മുസ്ലിമീങ്ങൾക്കിടയിൽ പലതിനെയും വിഗ്രഹമായി കൊണ്ടുവന്ന് മുസ്ലിമുകൾ ഇടയിൽ ഇട്ടപ്പോൾ അതിനെ മുസ്ലിമുകൾ തൻ്റെ ജീവന് തുല്യം സ്നേഹിക്കാൻ തുടങ്ങി, അതിനുവേണ്ടി പരസ്പരം ഭിന്നിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിനെ ഒന്നാക്കിയത് ഇതെല്ലാം മാറ്റിവെച്ചപ്പോഴാണ്. കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കുടക്കീഴിൽ ഒറ്റ സമൂഹമായി ജീവിക്കാൻ തയ്യാറായപ്പോഴാണ്. നമ്മുടെ ഇലാഹ് ഒന്നാണ്, നമ്മുടെ കഅബ ഒന്നാണ്, നമ്മുടെ ഖുർആൻ ഒന്നാണ്, നമ്മുടെ നബി ഒന്നാണ്. നമുക്ക് യോജിക്കൽ എത്ര എളുപ്പമാണ്. സഹാബാക്കൾക്കിടയിൽ ബാക്കിയെല്ലാം തങ്ങൾ എടുത്തു മാറ്റി. സഹാബാക്കൾ ഒന്നായി. അവരുടെ ഭാഷയുടെ പേരിൽ വ്യത്യാസമില്ല, നിറത്തിൻ്റെ പേരിൽ വ്യത്യാസമില്ല. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റോമിലേക്ക് പുറപ്പെട്ട സൈന്യത്തിൻ്റെ ലീഡർ ഞാനായിരുന്നു. അങ്ങനെ ഞാൻ 3 ദിവസം അവിടെ താമസിച്ചു, അവരോട് ദഅവത്ത് ചെയ്തു. അവർ സ്വീകരിക്കാതായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാനും നിങ്ങൾപ്പെട്ടവനായിരുന്നു, ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. എൻ്റെ കൂടെയുള്ള ഭൂരിഭാഗവും അറബികളാണ്, പക്ഷെ അവർ ഭൂരിഭാഗവും അറബികളായിട്ടും അവരുടെ അമീറാക്കി എന്നെ നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ വന്നാൽ നിങ്ങളെ തലയിൽ വെച്ച് ഒരു ബഹുമാനിക്കും. നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നാൽ പിന്നെ നിങ്ങൾക്ക് വ്യത്യാസമില്ല, നിങ്ങളുടെ നിറത്തിൻ്റെയോ നാടിൻ്റെയോ ഭാഷയുടെ ഒന്നിൻ്റെ വ്യത്യാസമില്ല. അവർക്കിടയിൽ ഭൂരിഭാഗം അറബികളായിട്ടും എന്നെ അവരുടെ ലീഡറാക്കിയതുപോലെ നിങ്ങളെയും അവർ ബഹുമാനിക്കും.
കാരണം ഇസ്ലാമിൻ്റെ പ്രത്യേകത അതാണ്. ഒരു വ്യത്യാസവുമില്ല, ഒരു വ്യത്യാസവുമില്ല. ഒറ്റ ഉമ്മത്താണ്, ഒറ്റ ഉമ്മത്താണ്. ഈ നിരയിൽ ഉമ്മത്ത് യോജിച്ചു, ബാക്കിയെല്ലാം ഒഴിവാക്കിയപ്പോൾ ഒറ്റക്കെട്ടായി ജീവിച്ചു. അങ്ങനെ ഒരു ഉമ്മത്ത് ജീവിക്കാൻ തുടങ്ങിയാൽ ഉമ്മത്തിന് പരസ്പരം സഹായിക്കാൻ സാധിക്കും. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും അലി റളിയല്ലാഹു തആല ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. ഇതിനൊരു അവസരമായി മനസ്സിലാക്കി റോമിൽ കത്തെഴുതി. റോമിലെ രാജാവ് മുആവിയ റളിയല്ലാഹു തആല കത്തെഴുതി, ഞാൻ അറിഞ്ഞിരിക്കുന്നു നീയും അലിയും പരസ്പരം യുദ്ധത്തിൻ്റെ വക്കീലാണെന്ന്. നിനക്ക് വേണ്ടി ഞാൻ വലിയൊരു സമൂഹത്തെ, സൈന്യത്തെ അയച്ചു തരാം. മുആവിയ റളിയല്ലാഹു തആല ഇസ്ലാമിലെ ശത്രു കത്തെഴുതുകയാണ് സഹായിക്കാൻ വേണ്ടി. മുആവിയ റളിയല്ലാഹു തിരിച്ച് കത്തെഴുതി, മിൻ മുആവിയത ഇലാ കൽബി റൂം, മുആവിയയിൽ നിന്നും റോമിൻ്റെ നായക്ക് വേണ്ടി എഴുതുന്ന കത്ത് എന്ന് പറഞ്ഞ ഈ കത്ത് തുടങ്ങി. അഥവാ നീ അലിയുമായി പോരാടാൻ വേണ്ടി അവർ പുറപ്പെട്ടാൽ അലിയുടെ സൈന്യത്തിൻ്റെ ഫ്രണ്ടിൽ ഏറ്റവും മുന്നിൽ നീയുമായി പോരാടാൻ മുആവിയ ഉണ്ടാകും. ഇതായിരുന്നു സഹാബാക്കളുടെ കാലഘട്ടത്തിൽ. അവർ ഒറ്റക്കെട്ടായി ജീവിച്ചു. അഭിപ്രായങ്ങൾ വ്യത്യാസമുണ്ടായിരുന്നു, പക്ഷേ അവർ ഒരു സമൂഹമായിരുന്നു, ഒറ്റ ഹൃദയമായിരുന്നു. ഇങ്ങനെ ഉമ്മത്ത് ഒന്നായി ജീവിക്കാൻ തയ്യാറായാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് മേൽ ഒരു പരാജയത്തിൻ്റെയോ നിന്ദ്യത അവസ്ഥ ഉണ്ടാക്കിയില്ല. ഈ ഉമ്മത്തിൻ്റെ രോമം പോലും പറിക്കാൻ ലോകത്താർക്കും സാധിക്കുമില്ല. അള്ളാഹു അന്തസ്സും ഉയർച്ചയും അള്ളാഹു നൽകും. അള്ളാഹു അന്തസ്സും ഉയർച്ചയും. എന്നുമ്മത്ത് പാർട്ടിയുടെ പേരിൽ, സംഘടനയുടെ പേരിൽ, പലതിൻ്റെ പേരിൽ ഭിന്നിച്ച് പല സമൂഹങ്ങളായി മാറാൻ തുടങ്ങിയോ അന്നു മുതലാണ് നമുക്കെല്ലാം നഷ്ടപ്പെടാൻ തുടങ്ങിയത്. നമ്മുടെ എല്ലാം നഷ്ടപ്പെടാൻ തുടങ്ങി അന്നു മുതലാണ്. ഉസ്മാനിയ ഖിലാഫത്ത് ഈ അവസാനം വരെ, ഈ അടുത്ത കാലഘട്ടം വരെ മുസ്ലിമീങ്ങളിൽ ഉണ്ടെന്ന ഖിലാഫത്ത് ഉസ്മാനിയ ഖിലാഫത്തായിരുന്നു. ഓട്ടമാൻ ഭരണം മുസ്ലിമീങ്ങളുടെ കയ്യിലായിരുന്നു. നീണ്ട വർഷം മുസ്ലിമീങ്ങൾ, വിശാലമായ പ്രദേശം മുസ്ലിമീങ്ങൾ ഭരിച്ച കാലഘട്ടം. അതെന്തുകൊണ്ട്, എങ്ങനെ നഷ്ടപ്പെട്ടു? എങ്ങനെയാണ് ശത്രുക്കൾ അതിനെ ഇല്ലാതാക്കിയത്? അറബികൾക്കിടയിൽ ചിന്താഗതി കൊണ്ടുവന്നു. നിങ്ങൾ അറബികളാണ്, നിങ്ങളെ ഭരിക്കുന്നവർ അനർബികൾ. നിങ്ങളെ ഭരിക്കുന്ന ഖിലാഫത്ത് നടത്തുന്ന അനർബികൾ, തുർക്കികൾ, അവർ നിങ്ങളെ ഭരിക്കും. നിങ്ങൾ അറബികൾ, നിങ്ങളുടെ കാബയുടെ ആളുകൾ, നിങ്ങൾ പ്രവാചകന്റെ നാട്ടുകാർ, നിങ്ങളെ അനർബികൾ ഭരിക്കുന്നു. പ്രദേശത്തിൻ്റെ പ്രാദേശിക അവസ്ഥയിട്ട് അവരെ രണ്ടായി തിരിച്ചു, ചിന്താഗതികൾ മാറ്റി. അങ്ങനെ അവർ മറ്റൊരു ഭരണം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ മുതലാണ് ഉസ്മാനി ഖിലാഫത്ത് നശിക്കുന്നത്. ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ രീതിയാണ്. മുസ്ലിമീങ്ങൾക്കിടയിൽ പലതിൻ്റെയും പേരുകൾ പറഞ്ഞ്, പല ആശയത്തിൻ്റെ പേരുകൾ പറഞ്ഞ് മുസ്ലിമീങ്ങളെ ഭിന്നിച്ച് പല സമൂഹങ്ങളാക്കി മാറ്റി ഉമ്മത്തിൻ്റെ കൂവത്തിനെ ശക്തി ഇല്ലാതാക്കി തീർക്കൽ ഇത് ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ നിബിധങ്ങളുടെ കാലഘട്ടം മുതലുള്ള ഇനി ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന ഒരു ചിന്താഗതിയാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കി, നാം ഒറ്റ ഉമ്മത്തായി, ഉമ്മത്തുൻ വാഹിദ, ഒറ്റ സമൂഹമായി നമ്മുടെ ആശയങ്ങളെ, നമ്മളെ ബാക്കിയുള്ളതിനെ മറന്ന് നാം ജീവിക്കാൻ തയ്യാറായാൽ, നാം കുറച്ച് ക്ഷമിക്കാൻ തയ്യാറായാൽ തീർച്ചയായും നാം ആരും മുന്നിൽ മുട്ടുമടക്കേണ്ടി വരികയില്ല. കുറച്ച് നാം ക്ഷമിക്കേണ്ടി വരും. ചിലതെല്ലാം കണ്ണടക്കേണ്ടി വരും, ചിലതെല്ലാം മാപ്പാക്കേണ്ടി വരും. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഭിന്നിച്ചുകൊണ്ട് ഖൈർ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് ഭിന്നിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് ഒന്നിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കാത്തത് ഉണ്ടാകുന്നതാണ്. ഭിന്നിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന നടപ്പിലാകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഒന്നിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യം, നിങ്ങൾ വെറുക്കുന്ന കാര്യം ഉണ്ടാകലാണ്. ഹസരത്ത് യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഏറ്റവും ദീനിൻ്റെ ഏറ്റവും താഴത്തെ കാര്യം യോജിച്ച് ചെയ്യൽ, അതാണ് ഏറ്റവും അഫ്ളലായത്. നിങ്ങൾ ഭിന്നിച്ചുകൊണ്ട് ദീനിൻ്റെ ഏറ്റവും ഉയർന്ന കാര്യം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾ ദീനിൻ്റെ ഏറ്റവും താഴത്തെ കാര്യം ചെയ്താൽ മതി, യോജിപ്പോട് ചെയ്യും. അവിടെ ഉമ്മത്തിൻ്റെ മുഴുവൻ വിജയവും നാം ഒറ്റക്കെട്ടാകുമ്പോഴാണ്. നമ്മുടെ എല്ലാം ഒറ്റ സ്ഥലത്തേക്കാണ് മടങ്ങേണ്ടത്. നമ്മുടെ യോജിപ്പും ബാക്കിയുള്ളവർക്ക് മനസ്സിലാകണം. അത് തെളിയിക്കേണ്ട സമയമാണ്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദുആനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.